ഹായ് 2026 ഇതുവരെ ഒരുപാട് വിജയ ചിത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിരലിലുണ്ടാവുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് വലിയ വിജയം സ്വന്തമാക്കിയിട്ടുള്ളൂ. ആട് 3 വമ്പൻ വിജയമാണ് നേടിയെടുത്തത്. അതുപോലെ തന്നെ വാഴ 2 ഞെട്ടിക്കുന്ന കളക്ഷനാണ് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയമാണ്. സൈജു കുറുപ്പിന്റെ മോഹിനിയാട്ടം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം 50 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തത്. പക്ഷേ ഇപ്പോൾ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഓരോ ദിവസവും സിനിമയ്ക്കായി വരുന്നുണ്ട്. അതായത് സിനിമ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. 7 ദിവസം കൊണ്ട് 11 കോടിക്ക് മുകളിൽ മോഹിനിയാട്ടം എന്ന സിനിമ കളക്ഷനായി നേടിയെടുത്തു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന്. തീർച്ചയായും വലിയ വിജയം തന്നെയാണ്. വലിയ ബഡ്ജറ്റിലല്ല സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ സിനിമ നേടിയെടുക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും മോഹിനിയാട്ടം എന്ന സിനിമയും വലിയ വിജയമായി ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആട് 3 100 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്ത സിനിമയാണ്. പക്ഷെ വാഴ 2 ഇപ്പോഴും തിയേറ്ററുകളിൽ തരംഗമായി മുന്നോട്ട് പോകുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു വാഴ 2. ഇതുവരെ 2 മലയാള സിനിമകൾക്ക് മാത്രമേ 100 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഒന്ന് തുടരും എന്ന മോഹൻലാൽ സിനിമയാണ്, മറ്റൊന്ന് ലോക എന്ന സിനിമയാണ്. അതുപോലെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പള്ളിച്ചട്ടമ്പി ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ 2 സിനിമകൾക്കും കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ താരമായിട്ടുള്ള ലാലേട്ടന്റെ ഒരു സിനിമ പോലും 2026 റിലീസ് ആയിട്ടില്ല. പക്ഷെ ലാലേട്ടൻ്റെതായിട്ട് ഇനി വരാനിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളാണ്, വലിയ പ്രതീക്ഷയുള്ള സിനിമകൾ. ലാലേട്ടന്റെ ആദ്യ സിനിമ മെയ് 1 റിലീസ് ചെയ്യുന്നത്. പാട്രിയറ്റ് വമ്പൻ ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. ലാലേട്ടനെ കൂടാതെ മമ്മൂക്ക, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ, നയൻതാര അങ്ങനെ വലിയൊരു താരനിര ഒന്നിക്കുന്ന സിനിമ. 140 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഈ സിനിമ മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തും. വലിയ പ്രതീക്ഷയുണ്ട്. സിനിമ എന്താവും എന്ന് നമ്മൾക്ക് കണ്ടറിയാം. പിന്നീട് വരുന്ന ലാലേട്ടന്റെ സിനിമ മെയ് 21 റിലീസ് ചെയ്യുന്നത്. ദൃശ്യം 3 വലിയ ഹൈപ്പിലാണ് തിയേറ്ററുകളിലേക്ക് വരുന്നത്. തീർച്ചയായും മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തൂക്കാൻ തന്നെയാണ് ദൃശ്യം 3യുടെ വരവ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും എന്ന് ദൃശ്യം 3യിലൂടെ മോഹൻലാൽ കാണിച്ചു തരും. നമ്മൾക്കറിയാം മോഹൻലാൽ എന്ന നടന്റെ തോളിലേറിയാണ് മലയാള സിനിമയുടെ പോക്ക്. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം, 100 കോടി ചിത്രം, 250 കോടി ചിത്രം, കേരളത്തിൽ നിന്നും മാത്രം 100 കോടി നേടുന്ന ആദ്യ ചിത്രം, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ മോഹൻലാലിനുണ്ട്. മോഹൻലാലാണ് ഈ നേട്ടങ്ങളെല്ലാം ആദ്യം സ്വന്തമാക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള സിനിമകൾ ഈ റെക്കോർഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടനിൽ നിന്നും ഒരുപാട് പ്രതീക്ഷയുണ്ട് മലയാള സിനിമയ്ക്ക്. ദൃശ്യം 3 പുതിയ റെക്കോർഡുകൾ തീർക്കും എന്നുള്ളത് തന്നെയാണ്. മെയ് 21 മോഹൻലാലിന്റെ പിറന്നാൾ ദിവസമാണ് ദൃശ്യം 3 റിലീസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന സിനിമ അതിമനോഹരം എന്ന തരുൺമൂർത്തി ചിത്രമാണ്. മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്തുന്ന അതിമനോഹരം എന്ന തരുൺമൂർത്തി ചിത്രം. ഈ സിനിമ ഒക്ടോബറിലായിരിക്കും റിലീസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പൂജ അവധിക്ക്. തീർച്ചയായും ആ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതായത് മോഹൻലാലിന്റെ ഓരോ സിനിമയ്ക്കും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. പക്ഷേ ഈ വർഷം ഇറങ്ങുന്ന സിനിമകൾക്കെല്ലാം കുറച്ചുകൂടി പ്രതീക്ഷകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതിമനോഹരം എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു സാധാരണ കൊച്ചു സിനിമയാണ് എന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ അത് അങ്ങനെയുള്ളൊരു സിനിമയല്ല. മുൻപ് തരുൺമൂർത്തി തുടരും എന്ന സിനിമയുമായി നമ്മൾക്ക് മുന്നിലേക്ക് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഒരു സാധാരണ ഒരു ഫാമിലി പടം. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ തിയേറ്ററുകളിൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മളെ പറ്റിക്കാൻ തരുൺമൂർത്തി ശ്രമിക്കുന്നത്. അതിമനോഹരം എന്ന ഒരു കൊച്ചു സിനിമയുമായി തരുൺമൂർത്തി നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നു. തീർച്ചയായും തിയേറ്ററുകളിൽ നമ്മളെ ഞെട്ടിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും മോഹൻലാലിന്റെ 3 സിനിമകൾ, മോഹൻലാൽ നായകനാവുന്ന 3 സിനിമകൾ ഈ വർഷം നമ്മൾക്ക് മുന്നിലേക്ക് എത്തും. അതുപോലെ തന്നെ മോഹൻലാൽ ഗസ്റ്റ് ചെയ്യുന്ന 2-3 സിനിമകൾ കൂടി നമ്മൾക്ക് മുന്നിലേക്ക് എത്തും. മോഹൻലാൽ ഈ വർഷം അഭിനയിച്ചിരിക്കുന്ന എല്ലാ സിനിമകൾക്കും 100 കോടി സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മോഹൻലാൽ ഗസ്റ്റ് അഭിനയിച്ച സിനിമയായാലും ശരി, നായകനായി അഭിനയിച്ച സിനിമയായാലും ശരി, എല്ലാ സിനിമകൾക്കും 100 കോടി എന്നത് സിമ്പിളായി നേടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതായത് ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും ഈ സിനിമകൾക്കെല്ലാം 100 കോടി നേടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ട് കിട്ടിയാലും സിനിമ 100 കോടി നേടും. അതുപോലെ തന്നെ ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ അത് 100 കോടിയല്ല, അതിനും ഒരുപാട് മുകളിൽ പോകും. അതിമനോഹരം എന്ന സിനിമയും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഗസ്റ്റ് റോളിൽ വരുന്ന സിനിമകൾ, ഒന്ന് ജയിലർ 2, മറ്റൊന്ന് ഖലീഫ, പിന്നെ തുടക്കം, അതുപോലെ കത്തനാർ. ഈ സിനിമകൾക്കെല്ലാം 100 കോടി സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കാം ലാലേട്ടന്റെ വരവനായിട്ട്. ഈ വർഷം ഒരുപാട് മലയാള സിനിമകൾ റിലീസായി, വലിയ വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനും മുകളിൽ നിൽക്കാൻ ലാലേട്ടന്റെ സിനിമകൾ മെയ് 1 മുതൽ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 2025 തൂക്കിയതുപോലെ 2026 മോഹൻലാൽ തൂക്കും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.